ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പുതിയൊരു ഡെൻഡ്രോബിയം സീഡ്ലിങ്സിൻ്റെ കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 16 കളേഴ്സിൻ്റെ അടുത്താണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഉള്ള സീഡ്ലിങ്സ് വരുന്നത്. അപ്പോൾ അതിനകത്ത് 5 കോംബോ ആയിട്ടും 10 കോംബോ ആയിട്ടും നമ്മൾ പ്ലാൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പിനകത്തേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് ബുക്കിംഗ് ഓരോ ദിവസവും വരുന്നത് 50 കോംബോക്കെയാണ് കേട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പിനകത്ത് ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ. പിന്നെ നമ്മുടെ ചെടികളുടെ സൈസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഫോട്ടോസിൽ കാണുന്ന ഇതേ ചെടികളുടെ സീഡ്ലിങ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ തരുന്നത്. അപ്പോൾ നമ്മൾ DTDC വഴി അയച്ചു തരുന്നുണ്ട്. ഇനി അതല്ല സ്പീഡ് പോസ്റ്റ് വഴി വേണമെങ്കിൽ അങ്ങനെയും അയച്ചു തരുന്നുണ്ട് കേട്ടോ. പക്ഷേ സ്പീഡ് പോസ്റ്റ് വഴിയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണെങ്കിലും ചെടി എത്താനായിട്ട് ഒരാഴ്ചയൊക്കെ എടുക്കും. DTDC ആകുമ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് എല്ലാവരുടെ കൈകളിലേക്കും നല്ല കരുത്തുള്ള ചെടികൾ എത്തും കേട്ടോ. 5 സീഡ്ലിങ്സിന് 550 രൂപയും പ്ലസ് കൊറിയർ ചാർജും വരുന്നു. 10 സീഡ്ലിങ്സിന് 1100 രൂപയും പ്ലസ് കൊറിയർ ചാർജും വരുന്നു കേട്ടോ. പിന്നെ കൂടാതെ 5ൽ താഴെ പ്ലാൻസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ 120 രൂപ വെച്ചിട്ടാണ് ഓരോ സീഡ്ലിങ്ങിന് റേറ്റ് ഇട്ട് തരുന്നത്. അപ്പോൾ ഈ നമ്മുടെ കയ്യിലുള്ള സീഡ്ലിങ്സിൻ്റെ സൈസും കരുത്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും നല്ല സീഡ്ലിങ്സ് എവിടെ കിട്ടും എന്നുള്ളത്, ഇത്രയും കുറഞ്ഞ റേറ്റിന്. ഇത് നമ്മൾ കാണിക്കുന്ന സൈസ് എന്ന് പറയുന്നത് ഓരോ വെറൈറ്റീസിൻ്റെ വലിയ സൈസും അതിനകത്ത് ചെറിയ സൈസുമാണ് കേട്ടോ. അപ്പോൾ ഈ 2 സൈസിൻ്റെ ഇടയിലുള്ള ചെടികളായിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. നമ്മുടെ ഓർക്കിഡുകളായതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഒരു 2-3 മിനിറ്റ് നല്ല പച്ച വെള്ളത്തിൽ ഒന്ന് മുക്കിയിടുക. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മളൊന്ന് മുങ്ങിക്കെടുക്കാവുന്ന രീതിയിൽ വേണം കേട്ടോ വെള്ളത്തിൽ ഇടാനായിട്ട്. അത് കഴിഞ്ഞ് ജസ്റ്റ് ചെറിയ രീതിയിൽ ഇത്തിരി സാഫ് എടുത്തിട്ട് ആ സാഫിനകത്തും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ എടുക്കുക. എന്നിട്ട് വേണം നമ്മളിത് റിപ്പോർട്ട് ചെയ്യാൻ. ഇനിയിപ്പോൾ നമുക്ക് അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചോളൂ. ഒരു 3-4 ആഴ്ചയ്ക്ക് ഈ ചെടി ഇതേപോലെ നമുക്ക് വെക്കാനായിട്ട് കഴിയും. പക്ഷേ ഇങ്ങനെ കെടുത്തിടരുത് കേട്ടോ, നമ്മൾ നിവർത്തി വെക്കണേ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ സാവകാശം നല്ല രീതിയിൽ ചട്ടിയൊക്കെ മേടിച്ചിട്ട് അതിനകത്തേക്ക് റിപ്പോർട്ട് ചെയ്ത് വയ്ക്കാം. കാരണം ഓഫറുകൾ കാണുമ്പോൾ പലരും വാങ്ങിക്കും, പക്ഷേ അവർക്ക് ജോലിക്ക് പോകുന്നവരുണ്ടായിരിക്കാം, ബാക്കി വീടുകളിൽ തിരക്കുകളുള്ളവരുണ്ടായിരിക്കാം, വീട്ടിലില്ലാതെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ചെടികൾ ഓർഡർ ചെയ്യുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ അവരിലേക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മുടെ കുറച്ച് നാൾ ഇരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം നല്ല വെറൈറ്റീസ് തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസ്. കഴിഞ്ഞ നമ്മുടെ 1-2 വീഡിയോസ് 10 പ്ലാൻസിൻ്റെ കോംബോ കൊണ്ടുവന്നപ്പോൾ പലരും പറഞ്ഞു 10 പ്ലാൻസിൻ്റെ കോംബോ നമുക്ക് എടുക്കാനായിട്ട് അത്രയും പൈസ ഇല്ല, എന്നാലും ഒരു ഓർക്കിഡെങ്കിലും വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വന്നതോട് കൂടിയിട്ടാണ് നമ്മൾ കോംബോ 10ൻ്റെ നേർപകുതിയാക്കിയിട്ട് മാറ്റിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് എടുക്കാം, 10 എണ്ണം വേണ്ടവർക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ചില ദിവസങ്ങളിലായിട്ട് ഓർക്കിഡിൻ്റെ ഇത്തരം സീഡ്ലിങ്സിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സീഡ്ലിങ് വാങ്ങി വെച്ചിട്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാത്തവർ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു 2-3 മാസം കൊണ്ടൊക്കെ നിങ്ങളുടെ ഏത് ചെറിയ സീഡ്ലിങ് ആയിക്കോട്ടെ നല്ല കരുത്തുറ്റതായിട്ട് മാറുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.